ഈ വർഷത്തെ ഞങ്ങൾ ക്രിസ്മസ് കോഴിക്കടയിൽ നിന്നാണ് തുടങ്ങിയത്. അങ്ങനെ ഞങ്ങൾ രാത്രി കോഴി വാങ്ങാനായിട്ട് വന്നതാണ്. അങ്ങനെ വൈകുന്നേരം തിരിച്ച് വന്നപ്പോഴേക്കും കരോള് വന്നു. ഡ്രസ്സ് മാറാനൊന്നും സമയം കിട്ടിയില്ല. നമ്മളും കരോള് പോയിണ്ടായിരുന്നു. ഇത് കരോളിൻ്റെ അവസാനം ഞങ്ങൾ അവിടെ ഇരുന്നിട്ട് ഡാൻസൊക്കെ കളിച്ച് കാശൊക്കെ എണ്ണാൻ കുറച്ച് സമയം എടുക്കില്ല. അപ്പോൾ ആ ഒരു സമയത്ത് വെള്ളമൊക്കെ കുടിക്കുന്നതാണ്. നമ്മുടെ വീട്ടിൽ ലൈറ്റൊക്കെ ഇട്ടുണ്ട്. നമ്മൾ ബാംഗ്ലൂർ ആയതുകൊണ്ട് അപ്പച്ചനാണ് പ്രഷർ ലൈറ്റ് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എല്ലാ പ്രഷർ ലൈറ്റൊക്കെ അപ്പച്ചൻ തന്നെയാണ് ഇടാറ്. പുഴുക്കളൊക്കെ അപ്പച്ചൻ തന്നെയാണ് സെറ്റ് ചെയ്തത്. അവന് ഭയങ്കര നമ്മൾ ഇറങ്ങിയത്. കുർബാനയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും, അറിയില്ല. അപ്പോൾ പരിപാടിക്കായിട്ട് പോവാണ്. നമ്മൾ 11:30 കുർബാന, 12:30 ആയി. Second prize, St. Francis Xavier. നമ്മൾ പള്ളി കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നു. ഇന്നത്തെ പരിപാടികൾ കഴിഞ്ഞു. ഞങ്ങൾ ഇന്ന് രാവിലെ ബാംഗ്ലൂരിൽ നിന്ന് എത്തിയുള്ളൂ. അമ്മയ്ക്ക് ഉറങ്ങി. നല്ല ഉറക്കക്ഷീണമൊക്കെ ഉണ്ട്. ഇനി നമുക്ക് രാവിലെ ആണ്. രാവിലെ അല്ല, ഉച്ചയായി, 11 മണിയായി. നേറ്റിതാ വന്നുള്ളൂ. കുട്ടി ഇവിടെ കളിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ രാവിലെ വട്ടയപ്പം ബീഫാണ്. ജിൻഡു ക്രിക്കറ്റ് കളിക്കാൻ പോയിരിക്കുകയാണ്. ബീഫ് വരട്ടെ. ഒഴിക്കുന്ന കാണാം. ജിനു സ്പേസ് ഇല്ലടാ. ചായ ബീഫും കായും ചായ. തൃശ്ശൂർ വന്നിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ജിനും അപ്പച്ചനൊക്കെ അടുക്കളയിൽ സഹായിക്കും. നമുക്ക് എന്തെങ്കിലും ഒരു വിശേഷമൊക്കെ ആണെങ്കിൽ ഇവർ എല്ലാ കാര്യങ്ങളും ചെയ്തൊക്കെ തരും. അമ്മേനെ സഹായിക്കും. പണിയെടുക്കുന്ന അപ്പച്ചൻ, പണിയെടുക്കുന്ന ജിനു.
അത് എനിക്ക് പൊന്നിനും ഇല്ലാട്ടാ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും റെസ്റ്റിങ്ങിലാണ്. ഇതിൻ്റെ അടുത്ത് ക്രിക്കറ്റ് കളിക്കുമ്പോൾ തയ്യാറെടുപ്പിലും. അങ്ങനെ വൈകുന്നേരം ഞങ്ങൾ ചായ കുടിക്കാനിരിക്കുകയാണ്. ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് ജിന്നു കുട്ടീനൊക്കെ ഇട്ട് പുറത്തൂടെയൊക്കെ നടക്കുന്നുണ്ട്. ക്രിസ്മസ് കഴിഞ്ഞു ഗൈസ്. അങ്ങനെ നമ്മൾ രാത്രി പാവർട്ടി പള്ളിയിലെ പുൽക്കൂട് കാണാനായിട്ട് വന്നതാണ്. അപ്പോൾ ഇവിടെ ഇതൊരു കോളേജൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം അവിടേക്കാണ് വന്നത് കാണാനായിട്ട്. ഇവിടെയൊക്കെ ഒരു ബൾബൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ പുൽക്കൂട് എന്ന് പറയാനായിട്ട് കണ്ടില്ല. എന്നാലും ചെറിയ സെറ്റപ്പൊക്കെ ഉണ്ട്. കുറേ വാല ബൾബൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അവിടുത്തെ പുൽക്കൂട്. ഇവിടെ ഒരു പള്ളിയൊക്കെ ഉണ്ട്. അപ്പൂപ്പൻ വിമാനത്തിലാണ് തോന്നുന്നുള്ളത്. ഇതാ കുറേ സമ്മാനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഉണ്ണീശോനെ പുൽക്കൂടിൻ്റെ തൊട്ട് പുറകിൽ തന്നെ തൊട്ടിയിലൊക്കെ കിടത്തിയിട്ടുണ്ട്. ഇവിടെ ഒരുപാട് സെൽഫി സ്പോട്ടുകളൊക്കെ ഉണ്ട്. ഇനി നമ്മളിവിടുന്ന് പാവർട്ടിക്ക് പോവാം. പാവർട്ടി പള്ളിയിലേക്ക് പോകാം. ഇവിടുന്ന് റോഡ് ക്രോസിംഗ് ഇവിടെ അടുത്ത് തന്നെയാണ്. ഇതാണ് പാവർട്ടി പള്ളി. പാവർട്ടി പള്ളിയിലെ പുൽക്കൂട് വലിയ പുൽക്കൂടാണെന്നാണ് പറഞ്ഞു കേട്ടുള്ളത്. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് തൃശ്ശൂർക്ക് ഇങ്ങനെ കാണാനൊക്കെ ആയിട്ട് വരുന്നത്. കഴിഞ്ഞ കൊല്ലമൊന്നും വരാൻ പറ്റില്ല. അങ്ങനെ അവിടെ കൊള്ളാൻ സെറ്റ് ആയിട്ടുണ്ട്. ഇതാണ് പുൽക്കൂട്. ഇതിനകത്ത് നമ്മൾ കയറി ഇറങ്ങണം. ഉള്ളിലാണ് നമുക്ക് പുൽക്കൂട് കാണാൻ പോവാം. വേറെങ്ങടയിലാവൂലേ? നമ്മൾ പള്ളിയിൽ നിന്ന് വരുന്നത് ഇവിടെ കടയിൽ സെറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. പിന്നെ അവിടെ ജസ്റ്റ് കയറി വണ്ടിയിൽ ഇറങ്ങിയില്ല.
അങ്ങനെ അവിടുന്ന് VKG എന്ന് പറയുന്ന ഇവിടെ ഒരു നല്ലൊരു അത്യാവശ്യം വലിയൊരു കടയാണ്. അപ്പോൾ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന പുൽക്കൂടാണിത്. ഈ കണ്ടതിൽ വെച്ച് എനിക്ക് ഇഷ്ടപ്പെട്ട പുൽക്കൂടി ഇതാണ് കേട്ടോ. നല്ല രസമുണ്ട്. അതൊക്കെ എടുത്ത് ഇത്രയേ ഉള്ളൂ. അങ്ങനെ നമ്മൾ വീട്ടിൽ വന്നു, പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് കിടന്നുറങ്ങി. ഗൈസ് ഹാപ്പി ക്രിസ്മസ്.